മനസ്സിനൊരു സുഖമില്ലാതൊരു മൂകത പിടിച്ചിരുന്നു ഒരു വൈകുന്നേരം. എല്ലാവർക്കും ചായ ഇട്ട് വൈകിട്ട് വിൻചേട്ടൻ വന്ന് കട്ടൻ എടുത്തിരുന്നപ്പോൾ പെട്ടെന്ന് വിൻചേട്ടൻ പറഞ്ഞെങ്കിൽ നമുക്ക് ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞു. പിന്നെ മോള് പെട്ടെന്ന് ഫ്ലാസ്ക് കഴുകി നമ്മുടെ തിളപ്പിച്ച ചൂട് കട്ടൻ എടുത്ത് ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് നമുക്ക് അവിടെ പോയിരുന്നു കുടിക്കാമെന്ന് പറഞ്ഞ് എടുത്തു. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനെടുത്തിരുന്ന പപ്സും ഒക്കെ അവരങ്ങനെ ബീച്ചിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ ഒരു മാളികമുക്ക് ജംഗ്ഷനൊക്കെ ആയപ്പോൾ അവിടെ എത്തിയപ്പോൾ നല്ല ചൂട് ചക്കയപ്പം പൊരിക്കുന്ന മണം. ഇവിടെ ചക്കയപ്പം എന്നാണ് പറയുന്നത്, നിങ്ങൾ എന്തോ പറയുന്നതെന്ന് എനിക്കറിയില്ല. ചക്ക മാവിലേക്ക് മുക്കി എണ്ണയിൽ പൊരിച്ചെടുക്കുന്നത് എൻ്റെ ഫേവറേറ്റാണ്. ഈ ചക്കക്കാലത്ത് മാത്രമല്ലേ അത് കിട്ടത്തുള്ളൂ. കുഞ്ഞിലെ തൊട്ട് അച്ഛനും ചിച്ചോണ്ണൊക്കെ എനിക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ തൊട്ടേ വാങ്ങിച്ചു തന്നുകൊണ്ടിരുന്ന ഒരു ഐറ്റമാണ്. ഞാനിതിൻ്റെ മണം കേട്ട് പെട്ടെന്ന് വണ്ടി നിർത്തിച്ച് ഇറങ്ങി. ചേട്ടാ ചക്കയപ്പം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ ആ ചേട്ടൻ പറഞ്ഞു, മോളെ ആ ചട്ടിയിൽ കിടക്കുന്ന 5 എണ്ണയുള്ളത്. ആ 5ഉം അവിടെ നിന്ന് അത് വറുത്ത് റെഡിയാവുമെന്ന് വരെ ഞാൻ അവിടെ നിന്ന് ആ 5 എണ്ണം വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങൾ ആ ചേട്ടനോട് തന്നെ ഗ്ലാസ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ 4 ഗ്ലാസ്സും ആ ചേട്ടനോട് വാങ്ങിച്ച് ബീച്ചിൽ വന്നിരുന്ന് ക്ലിയർ ആകാത്ത കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചൂട് ചക്കയപ്പം, സത്യം പറഞ്ഞാൽ ഇത് പൊളിക്കാൻ പോലും വയ്യ, നല്ല ചൂടാണ്, നല്ല സ്മെല്ലും. കുഞ്ഞുങ്ങൾ കഴിവതും പപ്സാണ് കഴിച്ചത്, അവർക്കൊന്നും ചിലപ്പോൾ ഒന്നും സൂഹിക്കത്തില്ല. ഞാനും വിൻചേട്ടനും കൂടി ആ 5 എണ്ണം ചടപടാന്ന് തീർത്തു. വലിയ പാടായിരുന്നു കഴിക്കാൻ, പക്ഷെ ഞങ്ങൾ ധൃതിക്ക് അവരെ കൊണ്ട് റെഡിയാക്കി ചെടുത്തുകൊണ്ടായിരിക്കും. അതിനകത്തെ ചക്കക്കുരു അത്ര വെന്തിട്ടില്ല, എങ്കിലും ഞാൻ ഹാപ്പിയായിരുന്നു. നല്ല പഴുത്ത നല്ല സൂപ്പർ കുഴച്ചൊക്കെയായിരുന്നു. അങ്ങനെ ചക്കയപ്പം ഫുള്ളും കഴിച്ചു. അതേ കുഞ്ഞുങ്ങൾക്ക് ചായയൊക്കെ തണുപ്പിച്ച് കൊടുത്തു. അവർ പപ്സാണ് കഴിച്ചത്. അങ്ങനെ കഴിച്ചു. ചക്കയപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും അത് പിളർന്നിങ്ങനെ ഫോണിൻ്റെ മുമ്പിലേക്ക് കാണിച്ചുകൊണ്ടിരിക്കുവാണ്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഈ വർഷം ആദ്യമായിട്ടാണ് ഈ ചക്കയപ്പം കഴിക്കുന്നത്. അങ്ങനെ കഴിച്ച് അത് കഴിഞ്ഞ് ബീച്ചിലിറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ തിരിച്ചു പോന്നു.